എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ടഷിക്കയും സ്മോക്കറും അവരുടെ അസിസ്റ്റൻസും അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ കാര്യമായിട്ടുള്ള ഡിസ്കഷനിലാണ്. ടഷിക്ക് പറയും, ഞാൻ അവരോടൊപ്പം ഒരുപാട് കുഞ്ഞുങ്ങളെ കണ്ടിരുന്നു. ഇവർ ഒരുപാട് കുഞ്ഞുങ്ങളെയൊക്കെ എവിടുന്നോ തട്ടിക്കൊണ്ടു വന്ന് ഇവിടെ പാർപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് പേപ്പറിലും ഇതുപോലെ കുട്ടികളെ കാണാതെ പോകുന്ന ഒരുപാട് റിപ്പോർട്ട്സ് ഞാൻ കണ്ടിരുന്നു. പക്ഷെ ആരാണ് ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുവരുന്നത്? എന്തിനാണ്? അവർക്ക് ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങള് ഇതിനെക്കുറിച്ചൊന്നും ഒരു പിടിയുമില്ല. സ്മോക്കറിനാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആവും. പക്ഷെ ടഷിക്ക് അവള് തീർത്തു പറയും, ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. G5 ആരോ നമ്മളെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല ന്യൂസിന് പോലും എപ്പോഴും തെറ്റായ റിപ്പോർട്ട്സ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. കുഞ്ഞുങ്ങൾ എവിടേക്ക് പോകുന്നു, കാണാതാവുന്നവരുടെ എണ്ണം, ഇതൊന്നും തന്നെ ഇതുവരെ ആക്യുറേറ്റ് ആയിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല. കാണാതായ കുഞ്ഞുങ്ങളിൽ പലരും ഇവിടെയുണ്ട്. മാത്രമല്ല അവരെ തട്ടിക്കൊണ്ടുവന്ന ആ ഒരു കിഡ്നാപ്പിംഗ് ഗ്യാങ് അവരും ഇവിടെ തന്നെയാണ് ഉള്ളത്. അത് കേൾക്കുമ്പോൾ ആ നേവി സോൾജേഴ്സിന് അവർക്കാണെങ്കിൽ ടെൻഷനാവും. നിങ്ങൾ എന്തായി പറയണേ? ഞങ്ങളില് ചീറ്റേഴ്സ് ഉണ്ടെന്നോ? നിങ്ങൾക്ക് എങ്ങനെ അത് പറയാൻ കഴിഞ്ഞു? ഞങ്ങൾ നേവിയെ കാണുന്നത് അത്രയും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെയാണ്. ഞങ്ങൾ ഒരിക്കലും നേവിയെ ചതിക്കില്ല. ടഷിക്കയുടെ ബോഡിയിലുണ്ടായിരുന്ന നമ്മുടെ സ്മോക്കറിന് അതൊന്നും കേട്ട് തീരെ ഇഷ്ടാവില്ല. നിർത്തടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. നേവി എന്നല്ല, ഈ ലോകത്തുള്ള ഒരു ടീമും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതൊരു സത്യം തന്നെയാണ്. എല്ലാ ടീമിലും ഏതെങ്കിലും ഒരുത്തം കാണും അത് നശിപ്പിക്കാൻ. നമുക്കിപ്പോ എത്രയും പെട്ടെന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങള് ഹെഡ് ക്വാർട്ടേഴ്സിനെ അറിയിക്കണം. പക്ഷെ നമുക്ക് പോകാനായിട്ട് ഇപ്പൊ കപ്പലില്ല. മാത്രമല്ല നമ്മളെ കൊണ്ട് എല്ലാവരും കൊണ്ടും ഇവിടുന്ന് വിട്ടുപോകാനായിട്ട് സാധിക്കില്ല. സോ 1/3 ഭാഗം എങ്ങനെയെങ്കിലും ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോയി ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ അറിയിച്ച് ബാക്കപ്പിന് ആളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഞാനിവിടെ ഒരു ഷിപ്പ് കണ്ടിട്ടുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് അടിച്ചുകൊണ്ട് വരണം. അത് കേട്ട് അവർക്ക് ടെൻഷനാവും. ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ഞങ്ങളെ കണ്ടാൽ തന്നെ അറിയില്ലേ ഞങ്ങൾ അഭിമാനികളാണ്, ഞങ്ങള് വലിയ നേവി സോൾജിയേഴ്സ് ആണ്, ഞങ്ങൾ ഒരിക്കലും ഇത്രയും വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ചെയ്യില്ല. സ്മോക്കറിനാണെങ്കിൽ ചത്താ മതിയെന്നാവും. അവനാണെങ്കിൽ വീണ്ടും പറയും, നിങ്ങൾ വെറുതെ എന്റെ വായിരിക്കുന്നത് കേൾക്കരുത്. ഇപ്പൊ തന്നെ ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് ചെയ്യേ. എനിക്ക് ഒരുപാട് ജോലി ബാക്കിയുണ്ട്. ആ വില്ലന്മാരെ കണ്ടെത്തണം. എന്റെയും ടഷിക്കയുടെയും ബോഡി എക്സ്ചേഞ്ച് ചെയ്യണം. എന്റെ ഹാർട്ട് തിരികെ പിടിക്കണം. കട്ട് ചെയ്താ ഇപ്പൊ സീസറിനെ കാണിക്കും. അവനാണെങ്കിൽ കാര്യമായിട്ട് ആരോ കോൾ ചെയ്യാണ്. അവൻ ഓപ്പോസിറ്റുള്ള ആളോട് പറയും, G5 ലൂഫിയാൻ ടീമിനെയും സാമുറായി ടീമിനെയും അവരെ എല്ലാവരെയും ഞങ്ങൾ കൊന്നുകളയാൻ പോവാണ്. ജോക്കർ ഇത് വെറും ഒരു ആക്സിഡന്റ് ആയിട്ട് പുറലോകത്തെ അറിയിക്കും. അങ്ങനെ അവൻ അവിടെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും 4 കാറുള്ള നമ്മുടെ മുടി നീട്ടി ഒരുത്തൻ അവൻ അവിടേക്ക് ഓടി വന്ന് പറയും, പ്ലീസ് പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും ഡ്രസ്സോ കോട്ടോ അങ്ങനെ എന്തെങ്കിലും തായോ. എന്റെ ഡ്രസ്സൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. തണുത്ത് വിറങ്ങലിച്ച് ഞാൻ ചാവും. മാത്രമല്ല ഞങ്ങളുടെ ബോസ് ബ്രൗൺ ബിയർഡിനെ അവർ തട്ടിക്കൊണ്ടുപോയി. ഉടനെ ആ മാസ്റ്റർ പറയും, കുഴപ്പമൊന്നുമില്ല, ആദ്യം ഞാൻ നിനക്കുള്ള ഫെസിലിറ്റീസ് ഒക്കെ ചെയ്തു തരാം. അവിടെ ഒരു ബാക്ക് റൂം ഉണ്ട്, അവിടെ പോയി നിനക്ക് ഡ്രസ്സൊക്കെ ഇടാന്ന് പറഞ്ഞ് അവൻ അവിടേക്ക് പറഞ്ഞയക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കാണിക്കും. ഉസോപ്പ് ആണെങ്കിൽ ആള് മാറാതിരിക്കാൻ ഓരോരുത്തരുടെയും പേരെഴുതി ഇപ്പോ ഒരു ചേഞ്ച് ആയി പോയിട്ടുള്ള ബോഡിയിൽ ഇട്ട് കൊടുക്കും. കുട്ടികളാണെങ്കിൽ ആ ബ്രൗൺ ബിയർഡിനെ ചെയിനൊക്കെ ഉപയോഗിച്ച് ലോക്ക് ചെയ്യാണ്. ബ്രൗൺ ബിയർഡ് ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. ട്രഫാൽഗറിലോ അവൻ എന്നെ കണ്ടു കഴിഞ്ഞു. ഉറപ്പായാലും അവൻ എന്നെ രക്ഷിക്കാൻ എവിടേക്ക് എത്തും. നിങ്ങളെപ്പോലുള്ള പൈററ്റ്സിനോട് എനിക്ക് ഭയങ്കര വെറുപ്പാണ്. എക്സെപ്റ്റ് ട്രഫാൽഗറിലോ. ആക്ച്വലി 12 പൈററ്റ്സുകളാണ് ഈ ഒരു ലോകം തന്നെ നശിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു ഐലാൻഡ് അത് ശരിക്കും ഒരു അടിപൊളി ഐലാൻഡ് ആയിരുന്നു എന്ന് പറഞ്ഞ് അവനൊരു ഫ്ലാഷ് ബാക്ക് പറയും. ഫ്ലാഷ് ബാക്കിൽ പരവതാനി വിരിച്ച ഈ ഒരു അടിപൊളി ഐലാൻഡ്, പൂക്കളും മരങ്ങളും നല്ല സസ്യങ്ങളൊക്കെ ആയിട്ട് പൂത്തളഞ്ഞു നിൽക്കുന്ന ഈ ഒരു അടിപൊളി ഐലാൻഡ്, ആക്ച്വലി ഇവിടെയാണ് വേഗ് ഓഫ് പങ്കിന്റെ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള വലിയൊരു ലാബ് സ്ഥിതി ചെയ്തിരുന്നത്. വേഗ് ഓഫ് പങ്കിന്റെ സ്റ്റാർട്ടിംഗ് റിസർച്ച് എല്ലാം തന്നെ ഈ ഒരു ലാബിൽ വെച്ചായിരുന്നു. വെപ്പൻസ്, കെമിക്കൽസ് എന്നിങ്ങനെയുള്ളതെല്ലാം ഡെവലപ്പ് ചെയ്യുകയായിരുന്നു അവിടെ പ്രധാനമായിട്ട് ചെയ്തിരുന്നത്. മാത്രമല്ല ചില ജയിൽ ക്രിമിനൽസിനെ അവരെ ഇവിടേക്കായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അവരെ കൊണ്ടുവന്നത് മറ്റൊന്നിനുമല്ല, ചില റിസർച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു ദിവസം വേഗ് ഓഫ് പങ്കിന്റെ ഒരു റിസർച്ച് അത് ചെറുതായിട്ട് പാളി ലാബ് മുഴുവനായിട്ടും പൊട്ടിത്തെറിച്ചു. മൊത്തം 3 ലബോറട്ടറിയിൽ 2 ലബോറട്ടറി മുഴുവനായിട്ട് നശിച്ചു. ബാക്കിയുള്ള ഒരേ ഒരു ലബോറട്ടറിയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഇത് കേട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഷോക്കാവും. ബ്രൗൺ ബിയർഡ് വീണ്ടും പറയും, അതുകൊണ്ട് മാത്രം തീർന്നില്ല. ആ ലാബിലുണ്ടായിരുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഐലാൻഡ് മുഴുവൻ സ്പ്രെഡായി ഐലാൻഡിലുള്ള സസ്യജാലങ്ങളും ജന്തു ജീവജാലങ്ങളെല്ലാം തന്നെ ഇല്ലാതായി. ഗവൺമെന്റ് ആണെങ്കിൽ അങ്ങനെ ഒരു വിപത്തുണ്ടായപ്പോൾ ചെയ്തത് ഇവിടെയുള്ള ജനങ്ങളെയും പ്രിസണേഴ്സിനെയും ജന്തുജാലങ്ങളെയും രക്ഷിക്കുന്നതിന് പകരം അവരെ ഐലാൻഡ് കൈവിട്ടു. സോ ഐലാൻഡിൽ ഉണ്ടായിരുന്ന ബാക്കി പ്രിസണേഴ്സ് ഇവരെല്ലാവരും ജീവൻ കൊണ്ട് ബാക്കിയുണ്ടായിരുന്ന ആ ഒരു 3rd ലാബിലേക്ക് പോയി. പക്ഷെ എന്താ, അവിടെയും ഈ ഐലാൻഡ് നിറച്ചും ഒരുപാട് വിഷപ്പുക അതങ്ങനെ സ്പ്രെഡ് ആവാനായിട്ട് തുടങ്ങി.
പകുതി ചത്ത പ്രിസണേഴ്സ് ജീവനു വേണ്ടി തുടിച്ചു. അവരുടെ അരയ്ക്ക് താഴേക്ക് തളർന്നു പോയി. അങ്ങനെ ഇരിക്കെയാണ് ഞങ്ങളുടെ നേതാവ്, അദ്ദേഹം ഒരു ദൈവദൂതനെ പോലെ ഇവിടേക്ക് വന്നതും മരണത്തിനോട് മല്ലടിച്ച ആ പ്രിസണേഴ്സിന് പുതിയൊരു ജീവിതം കൊടുത്തതും. ആള് കണ്ടുപിടിച്ച ടെക്നിക് അതുപയോഗിച്ച് പ്രിസണേഴ്സിന് പിന്നീട് മൂവ് ചെയ്യാൻ കഴിഞ്ഞു. മാത്രമല്ല, ഇവിടെ ഉണ്ടായിരുന്ന ആ വിഷപ്പുക അത് മുഴുവൻ അദ്ദേഹം പ്യൂരിഫൈ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് നീണ്ട ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. കാലുകൾ രണ്ടും നഷ്ടപ്പെട്ട എന്നെ ഇവിടെയുള്ള പ്രിസണേഴ്സ് കണ്ടെത്തി. അവരെന്നെ കണ്ടെത്തിയ കാര്യം അതപ്പം തന്നെ അവരുടെ നേതാവിനെ അറിയിച്ചു. മാസ്റ്റർ ആണെങ്കിൽ എനിക്ക് പുതിയ കാല് തന്നു. അതുപയോഗിച്ച് എനിക്ക് പിന്നീട് മൂവ് ചെയ്യാൻ പറ്റി. അതിനുശേഷമാണ് ട്രഫാൽഗറിലോ ആളിവിടേക്ക് വരുന്നത്. ആള് ഞങ്ങളുടെ മാസ്റ്ററിനെ കഴിഞ്ഞും നല്ല ആളാണ്. ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരുപാട് മൃഗങ്ങളെയൊക്കെ വേട്ടയാടി അവറ്റകളുടെ കാല് ഞങ്ങൾക്ക് തന്നു. അതിനുശേഷമാണ് ഞങ്ങൾക്ക് മൃഗങ്ങളുടെ കാലും ബോഡി പാർട്സും ഒക്കെ ലഭിക്കാനായിട്ട് തുടങ്ങിയത്. സോ അവർ രണ്ടുപേരും ചേർന്നാണ് ഞങ്ങൾക്ക് പൊതുജീവൻ നൽകിയതെന്ന് ബ്രൗൺ ബിയർഡ് പറയും. സ്റ്റോറിയൊക്കെ കേട്ട് നമ്മുടെ ആൾക്കാർ ഇപ്പൊ ഭയങ്കര കരച്ചിലാണ്. കാരണം അത് ശരിക്കും ഒരു ഹാർട്ട് ടച്ചിങ് സ്റ്റോറി ആയിരുന്നു. ലൂഫിക്കാണെങ്കിൽ ഓൾറെഡി ട്രഫാൽഗർ ലോയെ കുറിച്ച് അറിയാം. അവന്റെ സഹായ മനസ്സ് അത് എന്താണെന്ന് ലൂഫി അനുഭവിച്ചറിഞ്ഞവനാണ്. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. അപ്പൊ ഞങ്ങൾ കണ്ട ആ ഒരു ഡ്രാഗൺ അതിവിടേക്ക് എങ്ങനെ എത്തി? അതിനാ ബ്രൗൺ ബിയർഡ് പറയും അതും വേഗ് ഓഫ് പങ്കിന്റെ ഒരു കണ്ടുപിടുത്തമാണ്. അതിന് ആർട്ടിഫിഷ്യൽ ആയിട്ട് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തതാണ്. ഈ ഐലാൻഡിലേക്ക് ആരും വരാതിരിക്കാനും റിസർച്ചിന് ആരും തടസ്സം ഉണ്ടാക്കാതിരിക്കാനുമാണ് ബുദ്ധിപരമായി അതിനെ ക്രിയേറ്റ് ചെയ്തത്. ഞങ്ങളുടെ മാസ്റ്റർ ഇപ്പോഴും ഒരുപാട് റിസർച്ച് ഇവിടെ ചെയ്യുന്നുണ്ട്. നിങ്ങളും അദ്ദേഹത്തിന് ഇപ്പോ എലികളെ പോലെയാണ്. തീർച്ചയായിട്ടും നിങ്ങളെയും അദ്ദേഹം റിസർച്ചിന് വിധേയമാക്കുമെന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കും. കട്ട് ചെയ്ത ആ മാസ്റ്റർ സീസർ അവനാണെങ്കിൽ കുറച്ചു മുൻപ് അവിടേക്ക് വന്ന ആ ഒരു കാർഡ് അവനെ റൂമിൽ ലോക്ക് ചെയ്ത് ഇപ്പൊ ഒരുപാട് ഗ്യാസ് ആ റൂമിൽ റിലീസ് ചെയ്യും. അവൻ ജീവനെ കൊണ്ട് നിലവിളിക്കും, മാസ്റ്റർ പ്ലീസ് ഈ ഡോർ തുറക്ക്. അതിനാ മാസ്റ്റർ പറയും, നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരല്പനേരം അവിടെ പിടിച്ചു നിൽക്ക്, എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ ഡോർ തുറക്കും. മാസ്റ്റർ പ്ലീസ് ഇത് തുറക്ക്. അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ മാസ്റ്ററിന്റെ കാലിൽ വീണ് കെഞ്ചും. പക്ഷെ മാസ്റ്റർ അവനതൊന്നും ശ്രദ്ധിക്കാതെ അവന് സംഭവിക്കുന്ന ചേഞ്ചസ് നോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സീസർ അവൻ ആക്ച്വലി ഇവരെ എല്ലാം വെറും റിസർച്ച് ടൂളായിട്ട് മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇവിടെ നമ്മുടെ സ്മോക്കർ അവനാണെങ്കിൽ പ്ലാനിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മുഴുവൻ മനസ്സിലാക്കി. ആ പൊട്ടിത്തെറി ഉണ്ടാവാൻ കാരണക്കാരൻ അത് വേഗ് ഓഫ് പങ്ക് അല്ല, മറിച്ച് ഈ മാസ്റ്റർ സീസറാണ്. അവൻ വേണമെന്ന് വെച്ച് അങ്ങനെ ഒരു പൊട്ടിത്തെറി പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂഷൻ ചെയ്തത്. അവൻ സയന്റിഫിക് ഡിപ്പാർട്ട്മെന്റിൽ അവൻ സെക്കൻഡ് കമാൻഡർ ആയിരുന്നു. വേഗ് ഓഫ് പങ്കിന്റെ ഏറ്റവും വലിയ തലവേദന അത് ഇവനായിരുന്നു. ആ ഒരു ബ്ലാസ്റ്റ് അത് നടന്നതിന് ശേഷം പഴി വേഗ് ഓഫ് പങ്കിന്റെ തലയിലാണ് വീണത്. അവനത് പറയുന്ന കറക്റ്റ് സമയം ഇവിടെ ആ മാസ്റ്റർ അവനൊരു ബട്ടൺ അമർത്തി റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന ആ റൂം അത് മുഴുവനായിട്ടും തകർക്കും. സ്മോക്കർ ഇവിടെ വീണ്ടും പറയും, പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ ഇതിന്റെ എല്ലാം പുറകില് ആ മാസ്റ്റർ ആണെന്ന് എല്ലാവരും കണ്ടെത്തി. അവനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് പ്രിസണിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷം ആരും അവനെ കണ്ടിട്ടില്ല. സോ ആ ഒരു സീസർ അവനാണ് ഇവിടെ റിസർച്ച് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായാലും അത് തടഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്യണം. കട്ട് ചെയ്ത മാസ്റ്റർ സീസർ ആണെങ്കിൽ ഇപ്പൊ ഭയങ്കര സാഡാണ്. കാരണം അവന്റെ ആ റിസർച്ചും പാളിപ്പോയി. ക്യാമറ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ മാസ്റ്ററിനെ അവന്റെ യഥാർത്ഥ രൂപം കാണിക്കും. ഈ ലോകത്തിൽ തന്നെ നമ്പർ 1 സയന്റിസ്റ്റ് ഞാനാണെന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ സ്മേ വിത്ത് മല്ലു എപ്പിസോഡ്.